എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്. അതായത് ക്ലാമ്പർ എന്ന് പറയും. ഇതിലും നമ്മൾ ഡയോഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേവ് ഷേപ്പിംഗ് നെറ്റ്വർക്കാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്ലാമ്പർ എന്ന് പറയുന്ന വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് രണ്ട് ടൈപ്പ് ക്ലാമ്പർ ഉണ്ട്, പോസിറ്റീവ് ക്ലാമ്പറും നെഗറ്റീവ് ക്ലാമ്പറും. അതിൻ്റെ അകത്ത് പോസിറ്റീവ് ക്ലാമ്പർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വേവ് ഫോം, അതായത് +10 മുതൽ -10 വരെ വേരി ചെയ്യുന്ന ഒരു വേവ് ഫോം, എന്തെങ്കിലും ഒരു വോൾട്ടേജ് റേഞ്ചിൽ വേരി ചെയ്യുന്ന വേവ് ഫോമിന് നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് സൈഡിലേക്ക്, ആ വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നേരെ ഇവിടേക്ക് വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ ആക്കുന്നതിന് പോസിറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കും. പിന്നെ തിരിച്ച് നേരെ ഇപ്പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറയും. അപ്പോൾ ഇത് നെഗറ്റീവ് ക്ലാമ്പറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമാണ്. ഇത് പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമാണ്. ക്ലിപ്പറും ക്ലാമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പറിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ വെച്ച് കട്ട് ചെയ്ത് കളയും. ഓക്കെ, അതിന് മേലേക്ക് വളരാൻ സമ്മതിക്കില്ല. ഇതിനകത്ത് അങ്ങനെയല്ല, ഉള്ള വേവ് ഫോമിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. മൊത്തത്തിൽ എങ്ങോട്ടെങ്കിലും ഒന്നിലേക്ക് പോസിറ്റീവ് സൈഡിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ കഥ. നമുക്കിനി അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത് അറിയണം. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇവിടെ ഒരു ഡയോഡ് നമുക്ക് ലോഡിന് ഷണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ ഷണ്ട് ക്ലിപ്പറിനെ പോലെ ഉള്ള ഒരു സിറ്റുവേഷനാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ ഇട്ടേക്കണമുണ്ട്. ഒരു ക്ലിപ്പിംഗ് ആക്ഷൻ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതിന് വേറൊരു ആക്ഷനായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പോസിറ്റീവ് ക്ലാമ്പറിൽ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്തും ആയിക്കോട്ടെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് ഇറലവൻ്റ് ആണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടുത്തെ ഈ നെഗറ്റീവ് ടെർമിനലായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡാണ്. അപ്പോൾ ഇത് വന്നേക്കണത് ഇവിടെ ഈ ലോവർ പൊട്ടൻഷ്യൽ വന്നേക്കണത് ഡയോഡിൻ്റെ പി റീജിയനിലാണ്. ഇപ്പുറത്താണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലാണ്. അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ഇവിടേക്ക് കയറി വരുന്നു, ലോവർ പൊട്ടൻഷ്യൽ ഇവിടേക്കും വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ലോഡിലൂടെ കറണ്ട് ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ലോഡിൽ കൂടി കറണ്ട് ഒഴുകും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറണ്ട് ലോഡിലൂടെ ഒഴുകും. ഈ കപ്പാസിറ്ററിൻ്റെ റെലവൻസ് നമുക്ക് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് മനസ്സിലാവില്ല. ഇനിയത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു കഴിയുമ്പോഴാണ് കപ്പാസിറ്ററിന് എന്ത് സംഭവിക്കുന്നത് അറിയാൻ പറ്റുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആവും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡയോഡിൻ്റെ പി റീജിയൻ ഹയർ പൊട്ടൻഷ്യലിലേക്കും എൻ റീജിയൻ ലോവർ പൊട്ടൻഷ്യലിലേക്കും കണക്റ്റഡ് ആവും. ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. ഇങ്ങനെ ഒരു കറണ്ട് ഇങ്ങനെ വരും, ഇതുപോലെ ഇങ്ങനെ വരും. ഈ കറണ്ട് കാരണം എന്ത് സംഭവിക്കും? സപ്പോസ് ഈ വോൾട്ടേജ് VI ആണെന്നിരിക്കട്ടെ, ആൻഡ് VI ഈസ് ഡിഫൈൻഡ് ആസ് VM സൈൻ ω t. ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം, അതായത് നമ്മളുടെ ഈ ഒരു വേവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജാണ് VM സൈൻ ω t. അപ്പോൾ അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വോൾട്ട് അല്ലേ? അതാണ് VM എന്ന് പറയണത്. അപ്പോൾ ആ VM ആണ് മാക്സിമം. അപ്പോൾ ആ VM ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ -10 ആണ് ഇവിടുത്തെ VM ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ മൈനസും പ്ലസും ആകുമ്പോൾ -10 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു കറണ്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ആ കറണ്ട് കാരണം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. എന്തിലോട്ട് ചാർജ് ചെയ്യും? അപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജിലേക്ക്, എത്രയാണോ വോൾട്ടേജ് അതിലേക്ക് ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവണം. ഈ പറഞ്ഞ പോലെയൊക്കെ ഇങ്ങനെ പ്ലസ് മൈനസ് എന്നുള്ള ഒരു കോൺഫിഗറേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. പ്രൊവൈഡഡ് ഇവിടുത്തെ വോൾട്ടേജ് നമ്മുടെ ഫോർവേഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ നമുക്ക് ഐഡിയൽ കേസിലാണെങ്കിൽ ഈ ഫോർവേഡ് വോൾട്ടേജിന് നമുക്ക് 0 എന്ന് സങ്കല്പിച്ചാൽ ഇത് ചാർജ് ചെയ്യാൻ പോണത് VMലേക്കായിരിക്കും. നമുക്ക് ഐഡിയൽ കേസ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ VMലേക്കായിരിക്കും ഈ വോൾട്ടേജ് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജിൽ, അതായത് ഇവിടെ ഒരു VM ആയിരിക്കും ഇവിടെ വരിക. സോ ദ വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് വിൽ ബി VM. ഒരു VM എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യപ്പെടും. അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും.
അത് അടുത്ത കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണത് അങ്ങനെയാണ്. നല്ല RC ടൈം കോൺസ്റ്റൻ്റ് ഒക്കെ നല്ല കൂടിയ നല്ല ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് ആക്കി നമ്മൾ വിടുക. അപ്പോൾ അത് ഡീകേ ചെയ്ത് അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനെടുക്കുന്ന സമയം അപ്പം തന്നെ അടുത്ത പീക്ക് വന്നു കാണും. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു ഇടവേള നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിന് കൊടുക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഈ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കപ്പാസിറ്റർ എപ്പോഴും ചാർജായി ഇങ്ങനെ VMലേക്ക് ചാർജ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഇത് ചാർജ് ആവുന്നത്? നമ്മുടെ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് സൈക്കിൾ വരുമ്പോഴെല്ലാം ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് സൈക്കിൾ വരുന്നു, കപ്പാസിറ്റർ ഇങ്ങനെ VM ഈ ഒരു പൊളാരിറ്റിയിൽ പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ ചാർജ് ആവുന്നു. പിന്നെ അതിൻ്റെ പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കും, അത് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. പിന്നെ നെഗറ്റീവ് സൈക്കിൾ വരും. നെഗറ്റീവ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് ഈ ഡയോഡ് വീണ്ടും ഫോർവേഡ് ബയസ് ആയിട്ട് എന്തെങ്കിലും ചാർജിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിപ്ലനിഷ് ചെയ്ത് വീണ്ടും ഈ കപ്പാസിറ്ററിനെ VMലേക്ക് ചാർജ് ചെയ്യും. നമ്മൾ ഈ സമയത്ത് ഇവിടുത്തെ ഡ്രോപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഏത് ഫോർവേഡ് ഡ്രോപ്പിനെ കുറിച്ച്, ഡയോഡിനെ കുറിച്ചുള്ള ഫോർവേഡ് ഡ്രോപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളൊരു ഐഡിയൽ കേസാണ് പറയുന്നത്. അതാണ് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയണത്. അത് പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ ഈ പറഞ്ഞ ഈ ഡ്രോപ്പും കൂടി കൺസിഡർ ചെയ്ത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ എനിവേ നമുക്ക് ഈ നെഗറ്റീവ് സൈക്കിൾസിലെല്ലാം നമ്മുടെ ഈ കപ്പാസിറ്ററിനെ റിപ്ലനിഷ് ചെയ്യുന്നുണ്ട്, ചാർജിനെ റിപ്ലനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി പോസിറ്റീവ് സൈക്കിൾ, ആദ്യത്തെ പോസിറ്റീവ് സൈക്കിൾ പോയി, അത് നോക്കണ്ട. അടുത്ത പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ കഴിഞ്ഞിട്ട് വരുന്ന പോസിറ്റീവ് സൈക്കിൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതിലെന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ട്, ഈ ചാർജ് ചെയ്ത കപ്പാസിറ്റർ ഉണ്ട്. നമ്മളുടെ ഇതിൻ്റെ പോളാരിറ്റി മാറിയിട്ടുണ്ട്. പോളാരിറ്റി ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയിട്ടുള്ള പോളാരിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതാണ്ട് ഇതുപോലത്തെ ഒരു കോൺഫിഗറേഷനാണിത്. ശരിയല്ലേ? ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഇവിടെ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയോഡ് അവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോൺഫിഗറേഷൻ, അതായത് ഒരു ബാറ്ററി ഇവിടെ വെച്ച പോലെയാണ്. ഒരു ബാറ്ററി ഈ ഒരു സോഴ്സിൻ്റെ കൂടെ സീരീസ് ആയിട്ട് കൊടുത്ത പോലെയാണ്. അപ്പോൾ രണ്ട് ബാറ്ററി സീരീസ് ആയിട്ട് കൊടുത്ത പോലത്തെ ഒരു എഫക്റ്റാണ് നമുക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളത്. നമ്മളുടെ ഇവിടുത്തെ വോൾട്ടേജ് VI, ഇവിടുത്തെ വോൾട്ടേജ് VM, അങ്ങനെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ടിൽ, നമുക്ക് ഇങ്ങനൊരു കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരിക? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് VI ആൻഡ് VM. VI പ്ലസ് VM എന്നായിരിക്കും പറയുക. ടോട്ടൽ വോൾട്ടേജ് ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് അല്ലേ, രണ്ട് വോൾട്ടേജും കൂടി ആഡായി വരും. അതേപോലെ ഇവിടെ സംഭവിക്കും. എന്താണ് നമ്മുടെ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജാണ്. അപ്പോൾ ദാറ്റ് ഈസ് VI പ്ലസ് VM. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തായിരുന്നു നമ്മുടെ VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് VM sin omega t. അപ്പോൾ ഞാൻ അതാണ് എഴുതാൻ പോകുന്നത്. നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈസ് ഈക്വൽ ടു VM sin ഒമേഗ ടി പ്ലസ് VM. ഇങ്ങനൊരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ലോഡിലേക്ക് അടുത്ത പോസിറ്റീവ് സൈക്കിൾ മുതൽ എത്തുക. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് വരിക. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കണം. എന്താണ് ഈ സൈൻ വേവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്, സൈൻ വേവിൻ്റെ മിനിമം വാല്യൂ -1 ആണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും കണക്കാക്കി നോക്കിയാൽ നമുക്ക് ഈ ഒരു സിഗ്നലിൻ്റെ മാക്സിമവും മിനിമവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ഇതുപോലെ കിട്ടും. മിനിമം എന്ന് പറഞ്ഞാൽ 0യും മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10ൻ്റെ ഈ ഇവിടുത്തെ പീക്ക് വോൾട്ടേജിൻ്റെ ഇരട്ടി, അപ്പോൾ 20 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സൈൻ ഒമേഗ ടിക്ക് 1 ഇട്ട് കൊടുത്താൽ വെൻ സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? VO ഈസ് ഈക്വൽ ടു VM പ്ലസ് VM എന്ന് പറഞ്ഞു വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2VM. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി സൈൻ ഒമേഗ ടി ഈക്വൽ ടു -1 ആയാലോ, അതായത് മിനിമം കണ്ടീഷൻ, സൈൻ്റെ വാല്യൂവിൻ്റെ മിനിമം കണ്ടീഷൻ. അങ്ങനെ വന്നാൽ അവർ ഔട്ട്പുട്ട് VO ഈസ് ഈക്വൽ ടു -VM അല്ലേ. സൈൻ ഒമേഗ ടിക്ക് നമ്മൾ -1 കിട്ടും. അപ്പോൾ -VM പ്ലസ് VM ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 മുതൽ 2VM വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ക്ലാമ്പറിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ലാഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ്, ഒരു ബാറ്ററി ഇട്ടാൽ പോലെ ഇവിടെ ഈ പറയുന്ന വോൾട്ടേജ് എന്താണ് വരുന്നത് അതിന് കണക്കായിട്ടുള്ള ഒരു ബാറ്ററി ഇട്ടാൽ നമുക്ക് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കിട്ടൂലേ? ശരിയാണ്, ബാറ്ററി ഇട്ടാൽ ഷിഫ്റ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ബാറ്ററി ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ബാറ്ററി ഇട്ടാൽ ഉണ്ടാകുന്ന സർക്യൂട്ടിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിങ്ങളുടെ ബാറ്ററി ഊരിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ കണ്ടമാനം വെയിറ്റ് അങ്ങ് കുറയും.
അപ്പോൾ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആം, ഈ പവർ ബാങ്കിന് ഇത്ര വെയിറ്റ്? ബാറ്ററിക്കാണ്. അതിൻ്റെ അകത്ത് ബാറ്ററി കോമ്പോണൻസ് എന്ന് പറയുന്നത് വളരെ വെയിറ്റ് കൂടിയ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർക്യൂട്ടിൻ്റെ അകത്ത് വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം ബാറ്ററികൾ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. അത് അത്ര എഫിഷ്യൻ്റ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൈനാമിക് അല്ല. ഇവിടെ വരുന്ന എന്ത് സിഗ്നൽ വന്നാലും അതിൻ്റെ മാക്സിമം വോൾട്ടേജ് നമുക്ക് കൃത്യമായിട്ട് മുന്നേ തന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഒരു ബാറ്ററി അതിൻ്റെ കണക്കായിട്ടുള്ള ഒരു ബാറ്ററി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇംപ്രാക്ടിക്കൽ. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഗുണം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നോ അതിൻ്റെ മാക്സിമം എന്താണ്, അതിലേക്ക് ഈ കപ്പാസിറ്റർ ചാർജ് ആയിക്കോളും. കപ്പാസിറ്ററാണ്, വെയിറ്റ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വെയിറ്റ് മാത്രമല്ല പൈസയും കുറവാണ്, വിലയും കുറവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ലാഭം ഇതിനകത്ത് വരുത്താം. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ഗുണം. നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഉള്ള ഗുണം എന്ന് വെച്ചാൽ സൈൻ വേവ് തന്നെ നമ്മളുടെ ഒരു ഡിവൈസിലേക്ക് കൊടുക്കാം. പക്ഷേ ആ സൈൻ വേവിൽ ഒരിക്കലും നെഗറ്റീവ് സൈക്കിളായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് പോയിന്റുകൾ ഒരിക്കലും വരില്ല. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ അങ്ങനെ നമുക്ക് സൈൻ വേവ് ആയിട്ട് തന്നെ കൊടുക്കാം, പക്ഷേ ദർ വോണ്ട് ബി എനി നെഗറ്റീവ് വോൾട്ടേജ് പോയിന്റ്സ് ഓൺ ദ സൈൻ വേവ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ എഫക്റ്റീവ്ലി ആഡിങ് എ ഡി സി വാല്യൂ. ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് സൈൻ വേവിൻ്റെ കൂടെ ഒരു ഡി സി വാല്യൂ കൂടി ആഡ് ചെയ്യണ പോലെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത്, അല്ലേ? ഇതൊരു ഡി സി വോൾട്ടേജ് ആണ്, ഇവിടെ ഉള്ള ഡി സി വോൾട്ടേജ് ആണ്. കപ്പാസിറ്റർ ചാർജ് ആയാൽ അങ്ങനെ തന്നെ നിൽക്കും അനങ്ങാണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡി സി വോൾട്ടേജ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണ പോലെയാണ്. സോ the output waveform will be having two components. One is a DC component, the other one is the input AC component. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു എഫക്റ്റീവ് സൂപ്പർപോസ്ഡ് വേവ് ഫോം ആണ് നമ്മുടെ ഔട്ട്പുട്ടിലുള്ളത്. ഈ ഒരു വേവ് ഫോമിന് ഉണ്ടാക്കലാണ് ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന കപ്പാസിറ്റർ തിരിച്ചിട്ട് കൊടുക്കുക, ഈ ഡയോഡും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് സൈക്കിളിലെല്ലാം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. നെഗറ്റീവ് സൈക്കിൾസിലെല്ലാം എന്ത് സംഭവിക്കും? ഫസ്റ്റ് നെഗറ്റീവ് സൈക്കിൾ മുതൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ഇതാണ് ക്ലാമ്പേഴ്സ് എന്ന് പറയുന്ന സർക്യൂട്ടുകളുടെ പ്രത്യേകത. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാമ്പർ സർക്യൂട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് നമ്മളുടെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ബൈ.